ഹായ് ഹലോ എല്ലാവർക്കും ജെനീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മാമ്പഴക്കാലമൊക്കെ കഴിയാറായി. എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അപ്പം ഞാനും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കി. മറ്റൊന്നുമല്ല, നമ്മുടെ മാമ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു മാമ്പഴപ്പുട്ട്. അപ്പോൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ച് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാങ്ങ ജ്യൂസ് എടുത്ത് ഉപയോഗിച്ചാണ് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പൊടിയിലേക്ക് അല്പം ഉപ്പൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ജ്യൂസ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ പൊടി നനച്ചെടുക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു അല്പനേരം ഈ പൊടി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ തേങ്ങ ചിരകിയതും ഈ മാങ്ങ പൾപ്പ് ഉപയോഗിച്ച് നനച്ചെടുത്ത പുട്ടുപൊടിയും കൂടി ഇട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ മാങ്ങ പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മാങ്ങ പൾപ്പ് ചേർത്ത് നനയ്ക്കുന്ന സമയത്ത് ഒരല്പം തേങ്ങ ചിരകിയത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പുട്ടുപൊടിയും തേങ്ങ ചിരകിയതും മിക്സ് ചെയ്ത് നിറച്ച ശേഷം പുട്ടുകുറ്റിയിൽ നിറച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഏറ്റവും ടോപ്പിൽ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ആവിയിൽ ഇരുന്ന് നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു മാങ്ങ പുട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് റെഡിയാക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. ഈ മുകളിലിട്ടിരിക്കുന്ന ആ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് തന്നെ ഈ പുട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിന് അധികം നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന ആ ഒരു ടൈമിനേക്കാളും ഒരല്പം കൂടി ടൈമൊന്ന് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം മുകളിലിരിക്കുന്ന ആ മാങ്ങ കഷ്ണങ്ങൾ കൂടി ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മാങ്ങാപ്പുട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ആവി വറക്കണ സൂപ്പർ മാങ്ങാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ മാമ്പഴക്കാലം കഴിയുന്നതിന് മുൻപ് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.